നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇതുപോലൊരു അവസ്ഥയിലൂടെ കടന്നു വന്നവരായിരിക്കും നമ്മൾ. നമ്മുടെ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നേരെ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. റീഫാക്ടറി സെറ്റിങ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മെമ്മറി കാർഡ് അല്ലെങ്കിൽ USB ഇതിലേക്ക് നമ്മുടെ കോണ്ടാക്റ്റ്, നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, MP3 എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം വേറെ USB-യിലേക്കോ മെമ്മറി കാർഡിലേക്കോ നമ്മൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഫോർമാറ്റ് ചെയ്യും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫോണിൻ്റെ കപ്പാസിറ്റി എത്ര GB ഉണ്ടാവുള്ളൂ. 2GB കപ്പാസിറ്റി ആണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയുടെ 80% മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ബാക്കി 20% അത് ഫ്രീ ആയിട്ട് തന്നെ ഇട്ടേക്കുക. ഫോണിന് എപ്പോഴും നല്ലത് തന്നെയാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ കാര്യം കൂടി ശ്രദ്ധിക്കുക. ശരിക്കും നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു MP3 അങ്ങനെ എന്തെങ്കിലും ചെറിയ ഒരു കാര്യം ഡൗൺലോഡ് ചെയ്താൽ പോലും അതിൽ കൂടെ ഒരുപാട് ഫയലുകൾ കയറി വരും. നമ്മൾ ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ പോലും ആ ഫയലുകൾ അവിടെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരുപാടായി കഴിയുമ്പോഴാണ് സ്റ്റോറേജ് ഫുള്ളാവുകയും നമുക്ക് ഫോൺ ഹാങ് ആകുകയും ഒക്കെ ചെയ്യുന്നത്. സ്റ്റോറേജ് ഫുള്ളായി കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുക. അപ്പോൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റ്, ഫോട്ടോസ്, MP3s എല്ലാം നമുക്ക് നഷ്ടമാവുന്നുണ്ട്. ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫോണിലുള്ളതെല്ലാം ഒരു മെമ്മറി കാർഡിലേക്കോ ഒക്കെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോർമാറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ രണ്ടാമത് ഇതിലേക്ക് ഈ ഫോർമാറ്റ് ചെയ്ത് ഫോണിലേക്ക് നമ്മൾ കയറ്റും, അല്ലേ? അങ്ങനെയാണ് സാധാരണ ഒട്ടുമിക്കവരും ഒക്കെ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാര്യം എന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ ആപ്സുകളുണ്ടാകും. ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസ്. ഇത് രണ്ടും നമുക്ക് കുറച്ച് GB നമുക്ക് നമ്മുടെ ഡേറ്റകൾ സേവ് ചെയ്ത് വെക്കുന്നതിൽ കുറച്ച് GB നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ ഇതുപോലെ നമ്മൾ ഒരു ഫോട്ടോസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഫോട്ടോയോ വീഡിയോയോ എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് നേരെ ഷെയർ ബട്ടണിൽ അമർത്തുക. നേരെ ഷെയർ ബട്ടണിൽ അമർത്തുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവോ ഫോട്ടോസോ സെലക്ട് ചെയ്യുക. നേരെ നമുക്ക് ഡ്രൈവിലേക്കോ അല്ലെങ്കിൽ ഫോട്ടോസിലേക്കോ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഒരു കാരണവശാലും നഷ്ടമാവാതെ അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. എത്ര വർഷം കഴിഞ്ഞാലും അതവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഗൂഗിൾ ഡ്രൈവിലോ ഫോട്ടോസിലോ ഷെയർ ചെയ്ത് ശേഷം നമുക്ക് ഫോർമാറ്റ് ചെയ്യുന്നത് ആയിരിക്കും നല്ലത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.